Kabir Abbas, lost and found. Thank you. Please come in. Sorry, this place is a mess. Oh, that's okay. I should be sorry. I'm so late. Oh, ഈ നശിച്ച മെട്രോ എല്ലാവരുടെയും എക്സ്ക്യൂസസ് തന്നെ. Everyone is late in this town. So, how was the award function? The usual affair. എന്തായാലും ഒരു അവാർഡ് അടിച്ചെടുത്തില്ലേ? എന്താണ് സെൻസേഷണൽ ഫീമെയിൽ പെർഫോമർ ഓഫ് ദി ഇയർ? They just want to make everyone happy. I got my share. തന്നെ വിളിച്ചു വരുത്തി എയർപോർട്ടിനടുത്ത് എവിടെയെങ്കിലും വെച്ച് കഥ പറയാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ കഥ പറച്ചിലിന് ഇതുപോലൊരിടം ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. I can see that. പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അടുത്ത് കഥ പറയുമ്പോൾ ഇതുപോലൊരു ആംബിയൻസ് എനിക്ക് തരുന്ന കോൺഫിഡൻസ്. Oh, don't be so sweet. Shall I make some coffee for you? No, you're being sweet. But I don't mind the offer. Before the plunge, ഞാനൊരു ക്വിക്ക് ഷവർ എടുത്തിട്ട് വരാം. Okay. Hey, but promise me അതുവരെ ഇതിലൊരു പേപ്പർ പോലും മറച്ചു നോക്കരുത്. ഇല്ല. But don't test my patience. Coffee. Thank you. ധനുവിനറിയാലോ, it's been 2 years of silence for me. My first film being a pretty successful one. എന്തിനിത്രയും കാലം എന്ന എൻ്റെ സുഹൃത്തുക്കളുടെയും ഫിലിം ലവേഴ്സിൻ്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എൻ്റെ ഈ സിനിമ. ആൻഡ് ദിസ് ടൈം മൈ ഫിലിം ഈസ് എൻ അഡാപ്റ്റേഷൻ. Adapted from the memoir of an Indian Interpol officer who got out of his service. ഒരു ഗാങ്സ്റ്റർ പടത്തിന്റെ റിസർച്ച് മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ ഇതിനെ ആദ്യം അപ്രോച്ച് ചെയ്തത്. ബട്ട് ഇൻ ദ പ്രോസസ് ഇറ്റ് ലാൻഡഡ് മീ ഓൺ സംതിങ് എൽസ് ഓർ രാദർ സമൺ എൽസ്. പറഞ്ഞു പഴകിയ അന്താരാഷ്ട്ര അണ്ടർവേൾഡ് സ്റ്റോറിയേക്കാൾ പറയേണ്ടതും ചെയ്യേണ്ടതും ഇവളുടെ കഥയാണെന്ന് എനിക്ക് തോന്നി. Okay. That's why you are here. Dhanu, I know one thing. This is not just a film for me now. ഇനി ഈ ഒബ്സഷനിൽ എൻ്റെ ഭ്രാന്തല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തനിക്ക് തോന്നുകയാണെങ്കിൽ ബി പോയിന്റ് ബ്ലാങ്ക്. ടെൽ മീ ഇറ്റ്സ് ക്രാപ്പ്. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ തനിക്ക് തുറന്ന് പറയാം. ഹിയർ യു ഹാവ് ടു എക്സസൈസ് മീ. Kabir, loosen up. You tell me as natural as it comes. Pinne, I won't be a judge. I'll be a listener. But I will ask questions. ധനു, നരകങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും നഗരങ്ങളിൽ തന്നെയാണ്. മുംബൈയിൽ വേരാഴ്ന്നു നിന്ന അധോലോക സംഘങ്ങൾ 90കളുടെ മധ്യത്തോടെ ലോകത്തെ വൻ നഗരങ്ങളിലേക്ക് പടർന്നു. ബാങ്കോക്ക് അത് പണവും പെണ്ണും പതഞ്ഞൊഴുകുന്ന ഒരു പവിത്ര നരകമാവുമ്പോഴും മായാത്ത ഒരു മനോഹര മുഖം കാത്തു സൂക്ഷിച്ചിരുന്നു. സഞ്ചാരികളുടെ കൗതുകമുള്ള മുഖങ്ങളെ വിസ്മയിപ്പിച്ചു നിർത്താൻ എപ്പോഴും അതിന് കഴിഞ്ഞിരുന്നു. ഈ കഥയുടെ പശ്ചാത്തലം ആ നഗരമാണ്. നാടുകാണികൾ വന്നൊഴിയാത്ത ആ തെരുവിലാണ് അവൾ തൻ്റേതായ ഒരിടം കണ്ടെത്തിയത്. അവളുടെ ക്യാൻവാസിൽ ആ ചുറ്റുമുള്ള മുഖങ്ങൾ ഓരോന്നായി അവൾ പകർത്തി. More than a livelihood, drawing was a passion. She was an artist. Kabir, what do you call her? Isha. But I can't see her. You look exactly like her.
ഇഷയുടേത് ഒരു സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ ഫാമിലിയാണ്. അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം മുത്തച്ഛനായിരുന്നു അവൾക്കെല്ലാം. അവളുടെ പാഷൻ ഷെയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായ ലൂസിയും ഫ്രാങ്കോയും പിന്നെ മലയാളിയായ രാജുവും ഒക്കെ ചേർന്ന് ഒരു സന്തോഷത്തിന്റെ പുതിയ ലോകം തുറന്നു വെച്ചു. See, Valentina, I'll try my maximum possible. You photo tomorrow, Loser, definitely. You good for nothing cheat. I give you 3 more days. my photo, I you need thought- my I pictures by promise. then, or else I'll kill you. Get Definitely, out of I my give you face right tomorrow. now, you idiot. I will. ഇതുവരെ കിട്ടിയതും ഇനിയും കിട്ടാനുള്ളതും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? ഹായ് ഷാ. എക്സ്ക്യൂസ് മീ. രാവിലെ തന്നെ ക്ലയന്റ് മീറ്റിംഗ് ആയിരുന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊരു സ്മോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അറിയാമോ ഈ സോബ്രിലാൻഡസ് കുന്തിയാനെ? അതാരാ? ആ, ഇത് തന്നെ എന്റെയും പ്രശ്നം. ഈ കുന്തിയാനയുടെ പോർട്രേറ്റ് എടുക്കാൻ ഒരു ഓർഡർ കിട്ടി. അതൊരൽപ്പം ഡിലേ. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. എന്നാ ഇതൊരു പുതിയ സംഭവമാ. മിനിമം 12 വർഷമെങ്കിലും എടുക്കും ഇതൊന്ന് ഫോട്ടോയിലാക്കാൻ. അതാരാ ഇത്രയും ഡിമാൻഡുള്ള മോഡൽ? ഓ, മോഡലും കിടലൊന്നുമല്ല. നമ്മുടെ ഈ നീലക്കുറിഞ്ഞില്ലേ, അതാണ് ഈ സോബ്രിലാൻഡസ് കുന്തിയാന. അപ്പൊ ഇത് ഇന്നുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. 12 കൊല്ലം നീളുന്ന അർത്ഥം. അടിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. പൂക്കൾ പേരറിയാത്ത ആരോ അയക്കുന്ന സമ്മാനങ്ങളായി വന്നു തുടങ്ങിയപ്പോഴാണ് അപരിചിതനായ ഒരു ആരാധകനുണ്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലായത്. ഹായ് ജാനറ്റ്. ഞാൻ കണ്ടു. എന്റെ കൊച്ചെ, നിന്റെ ഈ പടപടപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? 87 എന്നെയാ. ഈ രൂപം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്. 87 ഇന്നത്തെ ഐശ്വര്യ റോയ് ആയിരുന്നു ഞാൻ. ഓ, അങ്കമാലിക്കാരനൊരു ജോയല്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പൂക്കൂട കൊണ്ടുവയ്ക്കുമായിരുന്നു. അന്ന് ഈ ലാവൻഡറൊന്നും ഇല്ല. അന്ന് പള്ളിപ്പറമ്പിൻ്റെ മുന്നിൽ നിന്നിരുന്ന മൊസാൻ്റെ പറിച്ചെടുത്ത് ഒരു മനോരമ പത്രത്തിൽ പൊതിഞ്ഞ് വീടിൻ്റെ മുന്നിലെ കുരിശടി കൊണ്ടുവയ്ക്കുമായിരുന്നു. അത് യഥാർത്ഥ സ്നേഹം. കഷ്ടപ്പാടുണ്ട്. രാവിലത്തെ മഞ്ഞ്, മൊസാൻ്റെയിലെ ഉറുമ്പിൻ്റെ കടി, അച്ഛൻ്റെ ബ്രാക്ക്. ഇന്നെത്ര എളുപ്പം. അപ്പുറത്തെ ലൂസിയാൻറ്റിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കൊലയ്ക്ക് 700 ബാത്ത് കൊടുത്താൽ പോരെ. എന്നിട്ടാ ജോയല്? ആ ജോയലാ തളർവാദവും വന്ന് എൻ്റെ കെട്ടിയോനാന്നും പറഞ്ഞു പള്ളാത്തുരുത്ത് വീട്ടിൽ കിടക്കുന്നേ. അതുകൊണ്ടൊന്ന് വെളി വെച്ചേരെ. എന്നിട്ട് നീ പോയി ഫ്രെയിമിങ് എടുത്തോണ്ട് വാ. ചേച്ചി ശരിക്കും അയാളെ കണ്ടോ? ഏതാള്? അയാൾ ലാവൻഡർ പൂക്കൾ കൊണ്ടുവരുന്ന. എൻ്റെ കൊച്ചേ, അപ്രതീക്ഷിതമായി പലപ്പോഴും അവളെ തേടിയെത്തിയ ലാവൻഡർ പൂക്കൾ പിന്നീട് എപ്പോഴോ അവൾ പ്രതീക്ഷിച്ചു തുടങ്ങി. She's so beautiful, she's mysterious. So, അയാളാണോ ഈ സ്ട്രേഞ്ചർ? അയാൻ, യു ഗെസ്ഡ് ഇറ്റ് റൈറ്റ്. ഇരുട്ടിൽ നിന്നും തെന്നി മാറുന്ന വെളിച്ചം തിരക്കി ഇറങ്ങിയതാണ് അയാൾ. ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റലിജൻസ് ഓഫീസറിന്റെ ക്രോണിക്കിളിൽ അയാളുടെ പേരിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഹീസ് ദ നമ്പർ 1 ഹിറ്റ്മാൻ ഹൂം ദീസ് ഗാങ്സ് ഹയർ. തെളിയിക്കപ്പെടാത്ത കുറെ അസാസിനേഷൻസ്, അതിനു പിന്നിൽ അയാൻ ഉണ്ടായിരുന്നു എന്ന തെളിവുകളില്ലാതെ തന്നെ മൂർത്തി സ്ഥാപിക്കുമ്പോൾ വരികൾക്കിടയിൽ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ലൈക്ക് എനി സീസൺ ക്രിമിനൽ, ഹി ഷുഡ് ഹവ് ഗോൺ ത്രൂ ആൻ ഐഡന്റിറ്റി പ്രോബ്ലം. മൃഗമാണോ മനുഷ്യനാണോ താൻ എന്ന സംശയം തോന്നി തുടങ്ങിയപ്പോൾ അയാൾ അത് ചെയ്തു. He killed himself. തൻ്റെ തന്നെ ഡെത്ത് ഫേക്ക് ചെയ്ത് അയാൾ ആ ജീവിതത്തിൽ നിന്നും വഴുതി മാറി. He went low profile for a long period. കുറ്റബോധം മായ്ക്കാനുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അയാൾ കണ്ടെത്തിയ ഒരു പീസ് അൾട്ടിമേറ്റ്, അത് അവളാണ്, ഇഷ. ജീവിതത്തിൽ താൻ തേടി നടന്ന ഇന്നസെൻസിന്റെ പൂർണ്ണത. സർ, പിസ. സർ, ബിൽ ആൻഡ് ബാലൻസ്.
വേണ്ട രാജു, താനത് വെച്ചോ. വേണ്ട സാർ, എൻ്റെ ആ റോളൊന്ന് ഗംഭീരാക്കി തന്നൂടെ? എടോ, അതിന് ചെയ്തില്ലെങ്കിൽ താൻ എന്നെ പിസയിൽ വിഷം ചേർത്ത് കൊല്ലില്ലേ? കൊല്ലും സാർ, തീർച്ചയായിട്ടും കൊല്ലും. അത്രയ്ക്ക് പബ്ലിസിറ്റി കൊടുത്തുപോയി ഞാൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടത്. അതുകൊണ്ടാ ഈ ബാലൻസ് പിടിക്കും സാറേ. എന്നിട്ട് സമയം കളയാതെ എൻ്റെ റോളൊന്ന് ഗംഭീരാക്കി താ. പിന്നെ അതുവരെ സാറിന് എൻ്റെ ഈ പിസ ധൈര്യമായി കഴിക്കാം. ബൈ സാർ. Such a lovely picture. See. Wait, just 500 baht. Just 500. Oh, come on. Just 300. 200. Oh, please. Just 200. 100. Please. Just 50 രൂപ ഇല്ലാത്ത എച്ചുകൾ. ഐ ബേബി, ഹൈ. കെട്ടി മോനെ, ഇത് ഞാൻ വെക്കും. ജാനറ്റ്, ഇതൊന്ന് ഫ്രെയിം ചെയ്ത് തരണം. എന്തോന്നിത്? ഇതാണ് അജ്ഞാത കാമുകന്റെ അജുംബിത പുഷ്പം, ആൻ ഇംപ്രഷനിസ്റ്റ് സ്റ്റൈൽ. ഒലക്കയുടെ മൂട്. ആരോ ചായം തേച്ച് തുടച്ചു കളഞ്ഞ പേപ്പറും തുണി എടുത്തു വെച്ചിട്ട് അവന്റെ ഒരു ഇംപ്രഷൻ. അല്ല, ഇപ്പൊ രാവിലെ ആരെ പറ്റിക്കാനാ ഇതും കൊണ്ട് ഇറങ്ങിയത്? അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് സ്മെല്ലില്ലല്ലോ. ദേ, എന്റെ ഒരു ക്ലയന്റ് എക്സിബിഷന് വേണ്ടിയാ ഈ വർക്കിന് പറ്റിയ നല്ലൊരു ഫ്രെയിമിംഗ് എടുത്തേ. ഈവനിങ് ഞാൻ സെറ്റിൽ ചെയ്തോളാം. കഴിഞ്ഞ പ്രാവശ്യം മദാമ്മയും കൊണ്ട് മൈസലൂണിന് പോയതിന് ടാക്സി കാശ് 610. ഇരട്ടി വിലക്ക് വിറ്റ് തരാന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തോണ്ട് പോയ പെയിന്റിങ്സിന് 2000. വാടക കൊടുക്കാൻ തികയാതെ വന്നപ്പോ വീണ്ടും വാങ്ങിയത് 310. എല്ലാം കൂടി 2920. അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലേ? എന്നാ ഈ 2920 രൂപയും ഈ ഫ്രെയിമിന്റെ കാശും കൂടി ചേർത്ത് ഇന്ന് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. ഏതെങ്കിലും ഒരു ഫ്രെയിം തന്നെ എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. നീ മനുഷ്യനെ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. പോയേ ജാനറ്റ്. ഇഷയെ ആദ്യമായി കണ്ട ദിവസം, ലാവൻഡർ പൂക്കളുടെ സുഗന്ധം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി വന്ന ദിവസം. Giving me some flowers, cool lavender. Oh, can you show me who? Wanna call him for a party in my room? Would you send me his number?
There you go. Thank you. അയാനെ നേരിട്ട് അപ്രോച്ച് ചെയ്തുകൂടായിരുന്നു അവളെ? Why did he choose to be invisible? അവളോട് നേരിട്ട് പറയാൻ അയാൻ തീരുമാനിച്ച ദിവസമാണ് എത്ര പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കണം നിന്നെ. ഇനി ഏത് ഭാഷയിലാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടത്? അലോക് ഭാട്ടിയ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്താൽ തീർന്നു സകലതും. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം മണ്ണിനടിയിലാവും. എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. അപ്പ ധൈര്യമായിട്ടിരിക്കുക. ജോസഫ് തരകൻ ഇന്നുള്ളതെല്ലാം നേടിയത് നീ ഈ പറഞ്ഞത് മാത്രം വെച്ചുകൊണ്ടാ. ധൈര്യം നിന്നെ കൊണ്ടാവുന്ന നീ ചെയ്തു സണ്ണി. ഇനി മതി. ഇനഫ്. അജയ്, അലോക് ഭാട്ടിയ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യരുത്. ബ്ലാക്ക് ട്യൂലിപ്സ് ഇസ് ദ മദർ ഗാങ് ആൻഡ് ബാബ വാസ് ഹിസ് ഫാദർ ഫിഗർ. കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഏജന്റിനോടുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനേക്കാൾ ഒരു ദത്തുപുത്രനോടുള്ള വിശ്വാസമായിരുന്നു ബാബയ്ക്ക് അയാനോട്. കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നീ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടവും. ഇതെന്ത് പേരാടാ ഇത്? അയാൻ. വാട്ട് ഈസ് ദിസ്? കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തന്ന ഒരു ഗുജറാത്തിയുടെ പേരാ. ആദ്യം എനിക്കും അതൊരു, പിന്നെ ആ പേരുമായി ഇണങ്ങി.
നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കുക. മിഡിൽ ഈസ്റ്റിൽ വലുതായൊന്നും ചെയ്യാനില്ല നമുക്കിനി. ഇപ്പം നല്ല മാർക്കറ്റ് ചൈനയാണ്, എല്ലാം കൊണ്ടും. അതിന് പറ്റിയ സ്ഥലം ഇതൊക്കെയാണ്: കോലാലംപൂർ, ബാങ്കോക്ക്, ഇൻഫാക്ട് ഹോങ്കോങ്. നല്ലത്. അതിനു മുമ്പ് പിറകെ മണം പിടിച്ചു വരുന്ന ഒരു പഴയ ചങ്ങാതിയുണ്ട് നമുക്ക്. രാഘവൻ, നമുക്കൊരുപാട് സ്നേഹമുള്ള ശത്രു. That Bangkok Police Department welcome to Inspector Samir and Raghavan Murthy. Thank you, General Chang. It's Raghavan Murthy. Gentlemen, the Black Tulips. Black Tulips. Very interesting name. Yeah, it is. അവരുടെ ആശയവിനിമയങ്ങൾ ട്യൂലിപ്പ് പുഷ്പങ്ങളിലൂടെയായിരുന്നു. കറുത്ത പൂക്കൾ. 80കളിലും 90കളുടെ തുടക്കത്തിലും വളരെ ശക്തമായൊരു ഗ്യാങ് ആയിരുന്നു അത്. ചെറുകിട സ്മഗ്ലിങ്ങിൽ തുടങ്ങി റോബറി, ഹവാല, പിന്നെ സുപാരി കൊലപാതകങ്ങളിലേക്കുമുള്ള അവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹൈദരാബാദ്, മുംബൈ, ഗോവ, ദുബായ്, പിന്നെ ഇറാൻ, ഇവിടങ്ങളിലായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനം. പിന്നെ എപ്പോഴോ കിഴക്കൻ യൂറോപ്പിലേക്ക്. ഇപ്പോൾ അവർ ഇവിടെയുണ്ട്, ബാങ്കോക്കിൽ. ചൈന, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഈസി ആക്സസ് അതാവാൻ കാരണം ജോസഫ് തരകൻ. കാഞ്ഞിരമറ്റത്തു നിന്ന് ഗോവയിലേക്കും പിന്നെ ഹൈദരാബാദിലേക്കും കുടിയേറിയ ഓൾ ടൈം സ്മഗ്ലർ പാട്രിയാക്ക്, ബ്ലാക്ക് ടുലിപ്സിൻ്റെ അമരക്കാരൻ. വളർത്തുമകൻ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആക്റ്റീവ് അല്ല. ഇപ്പോൾ ബിസിനസ് നോക്കുന്നത് സണ്ണി തരകൻ, ജോസഫിൻ്റെ മകൻ, ഒരിടത്തിയാട്ടക്കാരൻ. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ സണ്ണിക്ക് ബിസിനസ്സിൽ കിട്ടിയ ഒരു തിരിച്ചടി മറികടക്കാൻ ജോസഫ് തരകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കൂടും. ഒരിക്കൽ ഉപേക്ഷിച്ച വേഷത്തിലേക്ക് നിർബന്ധിക്കപ്പെട്ട ഒരു നടന്റെ മനസ്സില്ലായ്മ, മറക്കാൻ പറ്റാത്തത്ര കടപ്പാടുള്ള വളർത്തച്ഛൻ. ഈ രണ്ട് അവസ്ഥകളുടെയും ഇടയിൽ അയാൻ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു: ദാറ്റ് ഹി വുഡന്റ് ഡ്രാഗ് ഹിസ് ലാവൻഡർ ഗേൾ ടു ദിസ് ഡേർട്ട്. ഒരഴുക്കും അവളെ, ഇഷയെ ബാധിക്കരുത് എന്നുറപ്പുണ്ടായിരുന്നു അയാൾക്ക്. See, I get his confusion. പക്ഷേ ഇഷ doesn't know anything about അയാൻ. അവളെ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ദൂരെ നിന്ന് തന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അയാളുടെ ഒരു ഡിഫൻസ് മാത്രമായിരുന്നു ഫ്ലോറൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക എന്നുള്ളത്. മോർ ദാൻ എനിത്തിങ് അയാളുടെ ഭയം അയാളുടെ ഗ്യാങ്ങിനെ തന്നെയായിരുന്നു. He knew every move was being watched and he didn't want anyone to connect him to Isha, so he was still in dark. ഇന്ന് പൂക്കൾ വന്നില്ല. ആരോ അയക്കുന്ന പൂക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ. തോന്നേണ്ടത് ദേഷ്യമാണ്, പക്ഷേ ഞാൻ അറിയുന്നു. ഐ മിസ് ദി ഫ്ലവേഴ്സ്. ഐ മിസ്. ആ ലാവൻഡർ പൂക്കൾ വരാതായപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡെസ്പറേറ്റ്. So this is Raghavan Murthy. Yeah. How did he come to know about Isha? ഹലോ,
Wait. This one. Money. Money. Dear money. The small. Thank you. Thank you. Can you pay me first? Oh, sure. Thanks. Sorry, I have to go. പക്ഷേ ഇത് തീർന്നിട്ടില്ല. നാളെ ഇവിടെ കാണൂ. എന്നാ ഞാൻ നാളെ വരാം, ഇതേ സമയം. ഓക്കെ? ഓക്കെ. ബാക്കി നാളെ. ബൈ. സോറി, ഇന്നലത്തെ ചിത്രത്തിൽ കാപ്പി വീണ് സ്പോയിലായി. ഇനി ആദ്യം തുടങ്ങണം. ഹേയ്, ഞാനല്ലേ സോറി പറയേണ്ടത്? ഇന്നലെ ഞാൻ തിരക്ക് കൂട്ടിയുണ്ടല്ലേ. ഐ എം സോറി. യു ക്യാരി ഓൺ. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ. പോർട്രേറ്റ് വരയ്ക്കുമ്പോ എന്നെ നോക്കാതിരുന്ന എങ്ങനെയാ? ഓ ഷുവർ ഷുവർ. ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കിയിരുന്നേ. പെട്ടെന്ന് അവിടെ എന്തോ കണ്ടപ്പോ. എന്താ കണ്ടത്? നത്തിങ്, ഒന്നുമില്ല. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ചിത്രകാരി എന്ന നിലയ്ക്ക് എന്റെ ഫീച്ചേഴ്സ് അത്രയ്ക്ക് മോശമാണോ? I'm really sorry. One second.
ഇത്ര പെട്ടെന്നോ? ഇതിലും വേഗം പറ്റും. I see. ഇഷ്ടായില്ലെങ്കിൽ വേറെ വരച്ചു തരാം. നാളെ ഞാൻ വന്ന ഇതുപോലെ എൻ്റെ ഒരു പെയിന്റിംഗ് വരച്ചു തരുമോ? നാളെ കാണാം. ഒരു മിനിറ്റ്. സിദ്ധാർത്ഥ് ഇഷയുടെ മുന്നിലെത്തുമ്പോൾ അവൻ ഒരിക്കലും കരുതിയില്ല അവൻ അറിയാതെ തന്നെ ഇഷയുടെ പ്രതീക്ഷയുടെ ഭാഗമാകുകയാണെന്ന്. Oh. അപ്പോൾ how did Ayan react to a new guest? അയാൾ ഒരു ഭാഗത്തു നിന്നും സിദ്ധാർത്ഥിനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവരിലേക്ക് ഇടപെടാൻ അയാൾക്ക് എന്തുകൊണ്ടോ ഒരു ഗ്രൗണ്ട് ഉണ്ടായില്ല. മനസ്സങ്ങനെ പറഞ്ഞുവെങ്കിലും. A wounded gangster, identity mistaken a lover boy, an innocent girl in between. At the end of the day, it's a love triangle. ഞാനിതിനെ കാണുന്നത് ഇറ്റ്സ് മോർ ഓഫ് എ ടൈറ്റ് റോപ്പ് വാക്ക്. ശരിയുടെയും തെറ്റിൻ്റെയും ആഴങ്ങൾക്കിടയിൽ ഒരു നൂൽപാലത്തിൽ നിൽക്കുന്ന പെൺകുട്ടി. ഇറ്റ്സ് ഹെർ ടോർമെന്റ് ആൻഡ് ഹെർ ചോയ്സസ്. സുഖമില്ലേ? ഇന്നലെ കുറെ നേരം വെയിറ്റ് ചെയ്തോ എന്നെ? ഞാനോ? കുറച്ച്. എന്ന് തുടങ്ങാം. തുടങ്ങാനോ? എന്ത്? വാട്ടർ കളർ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന്? യെസ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? നോ, വേണ്ട. ലെറ്റ് മീ ഫിനിഷ് ഫസ്റ്റ്. എനിക്ക് വേണം. ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചെന്നേ. വേഗം വരാം. Come on, please. Okay. എന്റെ ഇഷ്ടങ്ങൾക്കിപ്പോൾ സിദ്ധാർത്ഥിന്റെ രൂപമാണ്. എന്താ ഇവിടെ? ഫ്രാങ്കോ ചേട്ടാ, ഏതാ തെണ്ടി? ഓ, അത് പോട്ടടാ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. Wow. Wow. Beautiful. ഈ അന്യനാട്ടിൽ വന്നൊരു മലയാളി പെണ്ണ് വഴിതെറ്റിപ്പാൻ ഞാൻ അനുവദിക്കില്ല. അതിനെനിക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ.
വഴിതെറ്റാൻ പറ്റിയൊരു പ്രായം. എന്റെ ജാനറ്റ് നിങ്ങളെ കുറിച്ചല്ല, പിന്നെ ഇഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇഷയ്ക്ക് എന്ത് പറ്റി? അവൾ ഒരുത്തന്റെ കൂടെ ഫുൾ ടൈം കറക്കവാ. അവനാണെങ്കിൽ ഭൂലോക പിഴ. ഒരു ദിവസം അവനെ പാർക്കിൽ കണ്ടു. പിന്നെ നോക്കിയപ്പോ ദേ കോഫി ഷോപ്പിൽ നിൽക്കുന്നു. അപ്പോഴൊക്കെ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഇവനാരെ കോസിനോ? ഏയ്, നിന്റെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ട് തോന്നുക. എനിക്കറിയാം ഇഷ എങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. മേലാൽ ഈ സൈസ് കാര്യങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ പടമാക്കി ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കും. ഇവരെന്താ ഇരട്ട പറ്റതാ? Good morning. May I come in? Oh, please. Thank you. അപ്പൂപ്പ, ഇതാണ് ഞാൻ പറഞ്ഞ സിദ്ധാർത്ഥ്. ഹായ്. ഇതെന്റെ അപ്പൂസ്. മൈസലോങ് എന്ന ശാന്തിഗിരി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ മലയാളി. താങ്ക് യു. സിദ്ധാർത്ഥ്, കാപ്പിയോ ചായയോ? ഏതായാലും. സിദ്ധാർത്ഥ്, ഇവിടുത്തെ ചായ സംതിങ് സ്പെഷ്യലാണ്. 80s വരെ ഈ ഏരിയയിലെ മെയിൻ കൾട്ടിവേഷൻ കഞ്ചാവായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും ടോപ്പ്. പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞു. തേയില റീപ്ലാന്റ് ചെയ്തു. അതുകൊണ്ടാണോന്നറിയില്ല, ഇവിടുത്തെ ചായക്ക് വല്ലാത്ത ലഹരിയാ. ദിസ് പ്ലേസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നാട് പോലെ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഉണ്ട് ഇവിടെ. സിദ്ധാർത്ഥ നാട്ടിലെവിടെ? പാലക്കാടാ. ഇവിടെ പെന്റാഗ്രാഫിക്സിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, വെരി ഗുഡ്. താങ്ക്സ്. സിദ്ധാർത്ഥ്, do you play chess? Appuse. Okay, okay. Have tea. Come in. Wow. Nice room. ഏയ്, ഇതിലല്ലേ കാപ്പി വേണമെന്ന് പറഞ്ഞത്? നോക്കട്ടെ. ഇത് വേറൊരാളാ. എനിക്കുറപ്പാ അത് എന്റെ തന്നെ സ്കെച്ചാ അല്ലേ? ഇത് വേറൊരാളാ. ഇത് ഏതായി സ്ഥലം? അന്നും സിറ്റിയിലെ പോർട്രേറ്റ് ലൈഫിൽ നിന്ന് ഒരു റിലീഫ് തേടിയാണ് ഞാൻ അവിടെ എത്തിയത്. എന്തുകൊണ്ടോ ആ ലാൻഡ്സ്കേപ്പ് ക്യാൻവാസിൽ പകർത്താൻ തോന്നിയ ദിവസം, മൈ ഫേവറേറ്റ് ഗെറ്റ് അവേ. ബട്ട് അൺകോൺഷ്യസായി എനിക്ക് ആരോ തുണയായി. ബോധം വന്നപ്പോൾ ഒരു ക്ലിനിക്കിൽ. പക്ഷെ അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാത്ത സുഹൃത്ത്. പിന്നീട് തിരിച്ചെത്തിയ എനിക്കായി ഒരു വലിയ കരുതൽ അവിടെ ഉണ്ടായിരുന്നു. സേഫായ ഒരു ബ്രിഡ്ജ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മൈ കളേഴ്സ്. അതിന് പകരം വെക്കാൻ കയ്യിലുണ്ടായിരുന്നത് ഒരു പെയിന്റിംഗ് മാത്രം. ആൻഡ് ഹി റെസ്പോണ്ടഡ് ദ സെയിം വേ. അന്ന് മുതൽ ഒരു പിടി ലാവൻഡർ പൂക്കൾ അയാൾ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു.
എന്നിട്ടും നീ മാത്രം ഒന്നും അറിയാത്തവനെ പോലെ, മറ്റൊരാളെ പോലെ. അത് നീ തന്നെയല്ലേ? ഞാൻ അവളോട് കള്ളം പറഞ്ഞില്ല, സത്യവും. ഐ ചോസ് സൈലൻസ്. A song is always sweeter with wine. I totally agree. Oh my god, it's time. Yes, it's time for some action. ബ്ലാക്ക് ട്യൂലിപ്സിൻ്റെ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മൂർത്തി തൻ്റെ ഓഫീസേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരുന്നു. ഒരു ട്രാക്ക് നെറ്റ്. Yes, tell me. We are already taking care of it. I will handle it. Damn it. സണ്ണി, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, എത്രയും പെട്ടെന്ന്. Yes, Dad. Suraj, I'll put my best voice on it. do that. Bishop, down, stay down. Take him! Take him! So, Siddharth was not just a lover boy. No.
He was an undercover officer. ആ സ്പേസിൽ ഹി ഹാഡ് എ മിഷൻ. ഇഷ അവൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡൈവേർഷനും. ആ ആക്ഷനിടയിൽ അയാൻ അവൻ്റെ മറ ഭേദിച്ച് പുറത്തു വന്നതുകൊണ്ട് അവൻ അവളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി. So that's where Ayan and Isha's stories converge. അല്ലേ? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എന്ത് പറഞ്ഞു? വോക്കൽ കോഡ്സിലാണ് ബുള്ളറ്റ്. ഒന്നും ചെയ്യാനില്ല. കൃത്യസമയത്ത് തന്നെ അയാൾ ഇവിടെ എത്തിച്ചത് കൊണ്ട് ജീവനെങ്കിലും കിട്ടി. So, how are you doing today? ജാനറ്റ്. ഹായ്. അപ്പോഴേ ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. എക്സിബിഷൻ ഡേറ്റ് എടുക്കാറായി. ഉഷാറാവണ്ടേ നമുക്ക്? ഹായ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോഴത്തെ മൂഡിൽ വേണ്ട. ഞാൻ നാളെ വരാം.
മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാനഗരത്തിൽ മുഖമില്ലാതെ ജീവിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. ഇനിയെല്ലാം ശരിയാകും. ഈശ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഹായ്. See you. അയാൻ കയറുന്നില്ലേ? ഇല്ല, പിന്നൊരിക്കലാവാം. Why are you being so nice to me? മറ്റൊരാളെ കാത്തിരിക്കുന്നവളാണ് ഞാൻ. ഒരു യാത്ര പോലും പറയാതെ പോയ സിദ്ധാർത്ഥിനെ കാത്തിരിക്കുന്നവൾ. വല്ല കഴിച്ചാൽ മതി. ഞാൻ ലിവിംഗ് റൂമിൽ കാണും. ന്യൂസിന് സമയമായേ. മതി മതി, താങ്ക്സ്. എനിക്ക് വേണ്ടി ചെലവിടുന്ന സമയത്തിന് നന്ദി, ഒപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്. പക്ഷേ ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു പോയി. നല്ല ചിത്രം. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ ഇരിക്കാം. ഒരു ചെറിയ സന്തോഷത്തിന് പോലും കാത്തിരിക്കാനില്ല എന്ന് ഉറപ്പായ എൻ്റെ വഴിയിൽ എനിക്കേറെ ഇഷ്ടമുള്ള എൻ്റെ പൂക്കളുമായി കടന്നു വന്നവൻ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു നന്ദി വാക്ക് പോലും കേൾക്കാതെ അവൻ പോയി. ഫെബ്രുവരി 17 എൻ്റെ പെയിന്റിംഗ് എക്സിബിഷൻ. സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞ ദിവസം ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. വെറുതെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അവനെ അന്വേഷിക്കാം. ആരെ കാണണമെന്നാ പറഞ്ഞത്? സിദ്ധാർത്ഥ് ഇവിടെ ആർട്ട് ഡയറക്ടറായിരുന്നു. ജസ്റ്റ് എ മൊമെന്റ് പ്ലീസ്. രവി പറയും. സർ, ചെറിയൊരു പ്രോബ്ലം. എന്ത് പറ്റി? സിദ്ധാർത്ഥിനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. അയാളുടെ വേറെ ബൂട്ട്സ് വേണമെന്നാണ് പറയുന്നത്. ആര്? ഈശയോ? അതെ, കൂടെ വേറൊരാളും. അവളുടെ അപ്പൂപ്പനാണോ? അല്ല സർ, ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ആ പഴയ അഡ്രസ്സ് കൊടുത്താൽ മതി, അവിടെ തീരുമല്ല. ആ ഫോൺ നമ്പറും ഇപ്പോൾ ആക്റ്റീവ് അല്ല. വരൂ.
കോഫി. സ്റ്റോർ റൂമാ, ആകെ ഡസ്റ്റായി കിടക്കുക. നീ ഞാൻ പറയുന്ന മനസ്സിലാക്ക് സിദ്ധാർത്ഥ്. അതിനാദ്യം എന്നെ വിശ്വസിക്കേ. യു ജസ്റ്റ് ബിലീവ് മീ. നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ സാർ? സാർ എന്നെ, ഞാൻ സാറിനെ. ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ കുറേ ഇമേജസ് ഇല്ലേ സാർ? മുറ്റത്തൊരു മോട്ടോർ സൈക്കിളും ലിവിംഗ് റൂമിൻ്റെ ചുവരുകളിൽ ക്രയോൺസിൻ്റെ കുത്തിവരകളുമുള്ള ഒരു ചെറിയ വീട്. പുറത്ത് പെയ്യുന്ന മഴ കണ്ട് ഈ CD പ്ലെയറിൽ യേശുദാസിൻ്റെ പഴയ പാട്ട് കേട്ട് അവളെയും ചേർത്ത് പിടിച്ച് ഉറങ്ങാതെ കിടക്കുന്ന രാത്രികൾ. ചിലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് സാർ അങ്ങനത്തെ ഒരു സാധാരണ ജീവിതം. ക്രയോൺസിന്റെ കുത്തിവരെയും ദാസേട്ടന്റെ പാട്ടും. 100 ചില്ലാനും കോടി ആളുകളുണ്ട് സിദ്ധാർത്ഥ് നീ പറഞ്ഞ ജീവിതം ജീവിക്കുന്നവരായിട്ട്. എല്ലാവരും ജീവിക്കുന്ന ജീവിതം അസാധാരണമായി തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. നിന്നെപ്പോലെ ഇത്തരം ചില പൈങ്കിളി വിഷ്വൽസ് കൊണ്ടുവരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് ഡൽഹി ഫോഴ്സിൽ. ആദ്യമൊക്കെ അവളെക്കുറിച്ച് ഓർത്ത് അവൻ പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ നൈറ്റിയുടെ പിൻഭാഗം നനച്ചുകൊണ്ട് കിടക്കാറുള്ള അവളുടെ തലമുടി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് മെറ്റഫർ ഹി ഹാഡ്. എന്നിട്ടെന്താ, അവൻ അവളെ കെട്ടി. അതോടെ ആ ലല്ലാ വിഷ്വലും പോയി. ഹി സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് ഹർ. നനഞ്ഞ നൈറ്റി ഈറിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധമായി. സോ ദാറ്റ്സ് ലൈഫ്. അപ്പോൾ അത് വിട്ടേക്കോ സിദ്ധാർത്ഥ്. നിന്റെ വിഷ്വൽസ്, നിന്റെ ഇമേജസ്. കഴിയുന്നില്ല സർ. ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ബട്ട് ഐ ആം സ്റ്റക്ക് ഓൺ ഹർ. അവൾക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാൻ സമയമില്ല സിദ്ധാർത്ഥ്. അവളുടെ ജീവിതത്തിൽ വേറൊരാളുണ്ട്, മറ്റൊരു പുരുഷൻ. ആര്? ഒരു സാധാരണക്കാരൻ. ഡൗൺ ടൗണിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട്. 3 വർഷമായി ബാങ്കോക്കിൽ. ഞാൻ അന്വേഷിച്ചിരുന്നു അയാളെ പറ്റി. ഹാപ്പി ബർത്ത്ഡേ. സോറി, കുറച്ച് ലേറ്റ് ആയില്ലേ? അപ്പൂസില്ലേ? ഒരു കാപ്പി കിട്ടുമോ?
സിദ്ധാർത്ഥ്, ഐ എം ഫൈൻ. സത്യം എന്താണെന്ന് നിനക്കറിയില്ല ഈഷ. ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് ശരി. ഞാനൊരു ഇന്റർപോൾ ഓഫീസറാണ്. ഞാൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു ആസ് എ കവർ. ഞാൻ കാരണം നിനക്ക് നിന്നെ കണ്ട എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല. The name is fictitious. Official capacity il ninnukondu an agent is not allowed to get into any emotional trauma. And now Sid has only one choice to make. Either his professional commitment to wipe out the gang or follow his heart. Now this is the emotional battle my character plays. ഇഷയെ മനസ്സിൽ സൂക്ഷിച്ചു പോയ തെറ്റിതിരുത്താൻ സിദ്ധാർത്ഥ് goes through a deadly metamorphosis, a fatal evolution. He starts playing dirty for the department. ചുരുങ്ങിയ സമയം കൊണ്ട് രാഘവൻ മൂർത്തിയേക്കാൾ ബാബയുടെ ഗാങ്ങിന്റെ നെമിസിസായി സിദ്ധാർത്ഥ്. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ദ കൗണ്ടർ ആക്ഷൻ. ഫ്രണ്ടിന്റെ ഗിഫ്റ്റാ. സണി, എന്താ നിന്നൊക്കെ അർത്ഥം? നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? മോനിരിക്കെ ഇരിക്കടാ, ഇരിക്കെ. കുട്ടിക്കളി നിർത്തേണ്ട സമയം കഴിഞ്ഞു സണ്ണി. നീ ഈ കാണിക്കുന്നത് നമ്മളെ എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അജയ്, ഈ ജോലി ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുക. സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിക്കളഞ്ഞേക്കണം. അപ്പൊ വിഷച്ചെടിയാണെങ്കിലോ രാഘവനേക്കാൾ കുഴപ്പക്കാരനായി ഈ ചക്കൻ. അവനിനി വേണ്ട, തലവേദനയാ. ബാബാ, ഞാൻ കൊല്ലാനാണേലും വളർത്താനാണേലും 2 വട്ടം ആലോചിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് നിനക്കറിയാലോ. എനിക്കറിയാം ബാബ, പക്ഷേ പപ്പ, അജയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ സൂരജിനെ അയക്കാം. അവൻ മിടുക്കനാ. അത് വേണ്ട, അജയ് ചെയ്താൽ മതി. പപ്പ, പപ്പ എന്തിനാ അവന്റെ കാല് പിടിക്കുന്നേ? പോവാൻ പറ. ജസ്റ്റ് ഷട്ട് അപ്പ് സണ്ണി. പോർക്കും പോത്തും തിന്ന് മസിലും പെരുപ്പിച്ച് നടന്നാ പോരാ, ബുദ്ധി വേണം കഴുതേ. എന്നെയും നിന്നെയും ഈ ഇരിക്കുന്ന നിന്റെ മിടുക്കൻ സൂരജിനെയൊക്കെ രാഘവൻ തപ്പിക്കൊണ്ടിരിക്കുക. പിടി വീണാൽ കോടതിയും വിചാരണയും ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരൊറ്റ ബുള്ളറ്റ്, അവിടെ തീരും കളി. അവൻ മരിച്ചുപോയവനാ അജയ്.
പോലീസ് റെക്കോർഡ്സിലും ഈ ലോകത്തിന് മുന്നിലും. മനസ്സിലായോടാ? ഞാനാണ് അവരുടെ അടുത്ത ടാർഗറ്റിങ്ങിൽ. സമീർ, ദിസ് ഈസ് അവർ ചാൻസ്. നമ്മൾ വരയ്ക്കുന്ന കോർട്ടിലേക്ക് അവരെ വരുത്താനുള്ള അവസരം. ഞാൻ പോവാം. അവർക്ക് തീർക്കാൻ പാകത്തിൽ ഐ വിൽ പൊസിഷൻ മൈസെൽഫ്. ആരോടെങ്കിലും വാശി തീർക്കാനാണ് നീ ഇതിന് തയ്യാറാവുന്നതെങ്കിൽ വേണ്ട, അതാർക്കും ഒരു ഗുണവും ചെയ്യില്ല. ബട്ട് ഇഫ് യുവർ സെൻസ് ഓഫ് ഡ്യൂട്ടി ടെൽസ് യു ടു ഡു സോ, വിൽ ഗോ ഫോർ ഇറ്റ്. ബട്ട് മൈ ക്വസ്റ്റൻ ഇസ്, ആർ യു ഷ്യൂർ ഓഫ് ഇറ്റ്? യെസ് സർ. ഗുഡ്. In 10 seconds. Hi. Hi. It's okay, it's a friend. Siddharth, what do you have to? ബിസിയാണോ? കുറച്ച് സംസാരിക്കാനുണ്ട്. കേറും. താങ്ക്സ്. Siddharth, what are you doing? Guys, I'll be right back. Siddharth! എന്തിനാ കാർ സ്റ്റാർട്ട് ചെയ്തത്? എനിക്കധികമൊന്നും പറയാനില്ല. അവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ സേഫ് ആയിരുന്നില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ധാരാളം. നല്ലതൊന്നും പറയാനുണ്ടാവില്ല അവൾക്ക്. നല്ലതൊന്നും അല്ല ഞാൻ ചെയ്തത്. നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈശോയെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. വെഡിത്തമാണ് നീ കാണിച്ചത്. ബ്ലാക്ക് ട്യൂലിപ്സിന് വാർണിംഗ് കിട്ടിയതല്ലേ നിനക്ക്? യു ഷുഡ് ഹാവ് ബീൻ മോർ ഡിസ്ക്രീറ്റ്.
സോ യു ഇൻഫോംഡ് രാഘവൻ സാർ? അത് മാത്രമല്ല, നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതും എന്നെ തന്നെ. കൊല്ലണോ നിങ്ങൾക്കെന്നെ? ഞാനെങ്ങനെ കൊല്ലും? ഇവിടെ ജീവിക്കേണ്ടവൻ നീ, ഈ കഥയിലെ നായകൻ, ദ ഗുഡ് ഗായ്. നിന്റെ കൈകൊണ്ട് മരിക്കേണ്ടവൻ ഞാൻ, ദ ബാഡ് ഗായ്. കൊല്ലാനല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അവൾക്ക് വേണ്ടി. അവൾ എന്നും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ. അപ്പോ ആ ലാവൻഡർ പൂക്കൾ അത് നിങ്ങളായിരുന്നോ? അവൾക്കതറിയില്ല ഇന്നും. എത്ര കാലമാണ് അവൾ ആ പൂക്കൾ കൊണ്ടുവന്ന ആളിന് വേണ്ടി കാത്തിരുന്നത്? നീ വരുന്നത് വരെ. ബട്ട് യു ആർ ദ ലാവൻഡർ മാൻ. അവൾ സ്നേഹിച്ചു തുടങ്ങിയത് നിങ്ങളെയാണ്. അവൾ അവിടെ ഉണ്ട് സിദ്ധാർത്ഥ്. അവൾ വരച്ച ചിത്രങ്ങൾക്ക് നടുവിൽ നിന്നെ മാത്രം കാത്ത്. അപ്പോ നിങ്ങളിനി? ഞാനോ? ഞാനുണ്ടാവും. ആൻഡ് ഐ വിൽ എക്സിസ്റ്റ്. എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത മറ്റേതെങ്കിലും ഒരു നഗരത്തിൽ. സിദ്ധാർത്ഥ്, he's gone. അവൻ മരിച്ചു വീണ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ മിസ്റ്ററി. എങ്ങനെ? ആര്? എവറിത്തിങ് വാസ് സോ സേഫ്ലി ഗാർഡഡ്. അവനെ സുരക്ഷിതനാക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു. ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു സുഹൃത്തിനൊപ്പം അവൻ ഇവിടേക്ക് കാർ ഓടിച്ചു വന്നു. ആരായിരുന്നു ആ സുഹൃത്ത്? നോ ക്ലൂ. പക്ഷെ ഒരു കാര്യം സത്യം, ബ്ലാക്ക് ടുലിപ്സ് തന്നെയാണ് ഇതിന് പിന്നിൽ. ആരെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഈശ? സിദ്ധാർത്ഥിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, എ ഫ്രണ്ട്, someone. Did Isha suspect Ayan? നെവർ. ഇഷയുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അയാൾ. അതിനപ്പുറത്തേക്കൊന്നും അവൾ കണക്ട് ചെയ്തതേയില്ല. ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ചിത്രങ്ങളിൽ ലാവൻഡർ നിറം കടന്നു വരുന്നതേയില്ല. ചിലപ്പോൾ സങ്കടങ്ങൾ മറക്കാനാവും ഇഷ വീണ്ടും വരച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഇഷയുടെ വരകളിൽ ഞാനാണ്. അവൾ ഓർക്കുന്നത് എന്നെക്കുറിച്ചായിരിക്കും. എനിക്കത് മതി. ബ്ലാക്ക് ടുലിപ്സിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സമ്പത്തോ അന്താരാഷ്ട്ര ബന്ധങ്ങളോ അല്ല, മിടുക്കന്മാരായ പോരാളികളാണ്. ജോസഫ് തരകിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ. കറുത്ത പൂക്കളുടെ ഓരോ ഇതളുകളായി നമ്മൾ വെട്ടിവീഴ്ത്തുന്നു. ലെറ്റ്സ് ഗെറ്റ് ദം വൺ ബൈ വൺ, uproot from the base.
എന്തു പറ്റി മോനെ നിനക്ക്? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഹൈദരാബാദിലെ ഒറ്റമുറി കുടിസിൽ നിന്ന് ഈ ബാങ്കോക്കിലേക്കുള്ള ദൂരം, ആ വഴി മറന്നോ നീ? ഏത് തെറ്റിനും ഒരൊറ്റ ശിക്ഷയുള്ളൂ നമ്മുടെ വിധിന്യായത്തിൽ, മരണം. നീയും ആ പെണ്ണും ഇന്നും ജീവിക്കുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ, എന്റെ കനിവ്. യു അണ്ടർസ്റ്റാൻഡ്? ഞാനും മറന്നിട്ടില്ല. എൻ്റെ ജീവൻ പകരം പണയമായി വെച്ചാലും ആ കടപ്പാട് ഒരിക്കലും തീരില്ല. ആ കടപ്പാടിൻ്റെ പേരിൽ മാത്രം ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉറക്കത്തിലും സ്വപ്നത്തിലും പോലും എന്നെ തുരത്തുന്ന പാപങ്ങൾ. ഇനി വയ്യ ബാബ. അങ്ങയുടെ കാഴ്ചയുടെ അകലത്തിൽ പോലും ഞാൻ വരില്ല. എന്നെ പോകാൻ സമ്മതിക്കണം, പ്ലീസ്. പൊയ്ക്കോ. ഒരു പണി കൂടി തീർത്തിട്ട് രാഘവൻ വരികൾക്കിടയിൽ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൂടി ബാബ, അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും സണ്ണിക്കൊപ്പം തന്നെ ഉണ്ടാവുക ചെയ്യും, അതുറപ്പാ. നിന്റെ അവസാനത്തെ ജോലി ഇത് കഴിഞ്ഞാൽ നിനക്ക് പോവാം. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ചെല്ല്. അവൻ നമ്മളിലേക്ക് എത്തും മുമ്പ്. പക്ഷെ ഒരു കാര്യം സത്യം, ബ്ലാക്ക് ടുലിപ്സ് തന്നെയാണ് ഇതിന് പിന്നിൽ. ആരെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഈശ? സിദ്ധാർത്ഥന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, എ ഫ്രണ്ട്, someone.
One condition. We know. Promise me that Isha will be safe. Promise. ആയിഷ ആദ്യം കണ്ടപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിക്കുന്നു, അത്രേ ഞാൻ കരുതിയുള്ളൂ. ആൻഡ് ഐ മേഡ് ദാറ്റ് ബ്രിഡ്ജ് ഫോർ യു. പക്ഷേ എപ്പോഴോ ഞാൻ പോലും അറിയാതെ അത് നിന്നിലേക്കുള്ള വഴിയായി മാറി. എനിക്ക് പകരം സിദ്ധാർത്ഥനെ നീ സ്വീകരിച്ചപ്പോൾ നിനക്ക് വേണ്ടി അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. ഇപ്പോൾ നീ കൂടി എന്നെ വെറുത്തു തുടങ്ങുമ്പോൾ ഇനിയും ഞാൻ ജീവിക്കുന്നത് നിനക്ക് അപകടമാണ്. ഒരു നിഴലും നിന്നെ സ്പർശിക്കാതെ ഇനി എനിക്ക് എൻ്റെ ജീവിതം തീർക്കാം. എനിക്ക് വേണ്ടി നീ വരച്ച ലാവൻഡർ പെയിൻറ്റിങ്, എൻ്റെ ഹൃദയം ഇനി നീ തന്നെ സൂക്ഷിക്കണം. Please. ഞാൻ ചേരില്ല നിനക്ക്. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? ഐ എം സോറി. പക്ഷെ നിന്റെ സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ
എനിക്ക് കഴിഞ്ഞില്ല. സോറി. Hey!